യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ അഖിൽ NRDക്കെതിരെ വിമർശനവുമായി ഇൻഫ്ലുവൻസർ ഏഞ്ചലിൻ മരിയ രംഗത്ത്. ഒരാളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതിയെ വിറ്റ് കാശാക്കുന്നത് ക്രൂരതയാണെന്നും കർമ്മഫലത്തിലൂടെ അഖിൽ ഇപ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുകയാണെന്നും ഏഞ്ചലിൻ മരിയ വിമർശിച്ചു. അഖിൽ NRDയുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബറും ഫോളോവറുമായിരുന്നു താനെന്നും തൻ്റെ OCD മൈസോഫോബിയയും പരിഹസിച്ചുള്ള വീഡിയോ കണ്ടത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നും ഏഞ്ചലിൻ കൂട്ടിച്ചേർത്തു. നിരവധി കണ്ടന്റ് ക്രിയേറ്റർമാർ പല രീതിയിൽ തന്നെ ട്രോളിയിട്ടുണ്ട്. അത് കാണുന്നത് താൻ ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്തത് കടുത്ത ക്രൂരതയാണ്. താൻ മാത്രമല്ല, OCD മൂലം പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. മരുന്നുകളും കുത്തിവയ്പ്പുകളുമായി സ്വന്തം ജീവിതത്തോട് പൊരുതി മുന്നേറാൻ അവർ ഏറെ ശ്രമിക്കുന്നുണ്ട്. ഒരാളുടെ ആരോഗ്യാവസ്ഥയെ വിറ്റ് കാശാക്കുമ്പോൾ ഓർക്കുക, നാളെ നിന്റെ മോശം അവസ്ഥയെ വെച്ച് മറ്റുള്ളവർ കാശാക്കും. ജീവിതത്തിൽ കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടാകൂ ബ്രോ. ഏഞ്ചലിൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ: ഞാൻ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ NRDയുടെ ഒരു സബ്സ്ക്രൈബറും ഇൻസ്റ്റഗ്രാം ഫോളോവറുമായിരുന്നു. എന്നെക്കുറിച്ച് അദ്ദേഹം യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ കാണുന്നത് വരെ. ആ വീഡിയോയിലെ ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ആസ്വദിച്ചിരുന്നു. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരിഞ്ഞു നോക്കൂ. 2019 മുതൽ ഞാൻ ഇതിനായി ചികിത്സയിലാണ്. എന്നെപ്പോലെ തന്നെ സമാനമായ ലക്ഷണങ്ങളുള്ള, പ്രത്യേകിച്ച് മൈസോഫോബിയ, അഴുക്കിനോടും അണുക്കളോടുമുള്ള അമിത ഭയം, നിരവധി OCD രോഗികളുണ്ട്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് ശരിയാണ്, എന്നാൽ ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യവുമല്ല. അത് ക്രൂരതയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു, ഉറങ്ങാൻ പോലും പ്രയാസപ്പെട്ടു. നിങ്ങൾ കാരണം ഞാൻ വൈകാരികമായി കടുത്ത വേദനയിലൂടെയാണ് കടന്നുപോയത്. ആ ഘട്ടത്തിൽ ഞാൻ കർമ്മയിൽ വിശ്വസിച്ചു. അതെ, എന്നെങ്കിലും നിങ്ങൾ എന്നെപ്പോലെ ഇതേ ഘട്ടത്തിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സാഹചര്യം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വൈകാരികമായി തകർന്നിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ചത് തന്നെയാണ് ഇത്. ഇതാണ് കർമ്മ, ഏഞ്ചലിൻ കുറിച്ചു. ഈ പോസ്റ്റിനെതിരെ അധിക്ഷേപവും പരിഹാസവും കടുത്തതോടെ ഏഞ്ചലിൻ മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിരുന്നു. കടലിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ആ കല്ല് എത്ര ആഴത്തിലേക്കാണ് താഴേക്ക് പതിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് ദയവായി ചിന്തിക്കൂ. ഞാൻ അഖിലിൻ്റെ Xോ Yയോ അല്ല. എൻ്റെ സ്റ്റോറി കൃത്യമായി വായിച്ചു നോക്കൂ. ഞാൻ അയാൾക്കെതിരെ ഒരു മോശവും ചെയ്തിട്ടില്ല. അയാളുടെ കർമ്മയാണ് ഇത് ചെയ്തത്, ഏഞ്ചലിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു.